അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാബാദ്. ഏറ്റവും ബഹുമാനാദരവുകളിൽ നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതവും മഹത്തരവുമാക്കപ്പെട്ട ഈ സുദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ 2 വാക്ക് സംസാരിക്കാൻ എനിക്ക് വിധിയെഴുതിയ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഈ പുണ്യമായ ദിനത്തിൽ എത്ര തന്നെ പറഞ്ഞാലും മതി വരാത്ത മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹുകളിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാഥൻ തൗഫീക്ക് നൽകട്ടെ, ആമീൻ. സൂര്യനും ചന്ദ്രനും അടക്കം കോടാനുകോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും വെട്ടിത്തിളങ്ങുന്ന ഈ അത്ഭുതകരമായ ദിനത്തിൽ എത്ര തന്നെ പറഞ്ഞാലും മതി വരാത്ത മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുറച്ച് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സൂര്യനും ചന്ദ്രനും അടക്കം കോടാനുകോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും വെട്ടിത്തിളങ്ങുന്ന ഈ അത്ഭുതകരമായ ലോകത്തിൻ്റെ സൃഷ്ടിക്ക് കാരണം മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ മുത്ത് റസൂലിനെ സ്നേഹിക്കാതെയും പാതകൾ പിൻപറ്റാതെയും എങ്ങനെയാണ് ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കുക? കാരണം എന്നെയും എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെയും ഈ ലോകത്തിലെ സർവ്വ ജീവജാലങ്ങളെയും സൃഷ്ടിക്ക് പോലും കാരണം ആ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ലൗലാക്കലിമാ ഖലഖത്തൽ അഖ്ലാഖ്. നബിയെ, അങ്ങ് ഈ ലോകത്തില്ലായിരുന്നെങ്കിൽ നാം ഈ ലോകത്തെ പോലും സൃഷ്ടിക്കില്ലായിരുന്നു എന്നാണ്. അവസാനം ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് പോലും ഉമ്മത്തി ഉമ്മത്തി എന്ന് മന്ത്രിച്ച് പറഞ്ഞ ആ മുത്ത് റസൂലിനെ സ്നേഹിക്കൽ നമ്മുടെ ബാധ്യതയാണ്. മഹ്ശറ വൻസഭയിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യൻ്റെ മുന്നിൽ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന മനുഷ്യർ ആദം അലൈഹിസ്സലാം മുതൽ എല്ലാ നബിമാരുടെയും സന്നദ്ധിയിൽ ചെന്നുകൊണ്ട് ആവശ്യപ്പെടുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അവരെ രക്ഷിക്കാൻ പോകുന്നത് എന്ന സത്യം നമ്മെ കൂടുതൽ ആവേശഭരിതരാക്കുന്നു. ഇത്ര പറഞ്ഞ് ഞാൻ എൻ്റെ ചെറിയ പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും.